ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിൽ ഡേ 10-ലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമുക്കിനിയും 20 ഡേയ്സ് ബാക്കിയുണ്ട്. അതിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേ 10-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കിന്ന് നോക്കാം. സോ GK ക്വസ്റ്റ്യൻസ് ഡേ 10. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ആവുന്നത് കൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ ഡെഫിനറ്റ്ലി അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതായത് നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ഡേ 10-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഡേ 10-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി? അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നല്ലേ പറയുക നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. ആരാണ്? അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാവികസേനാ ദിനം എന്ന്? നാവികസേനാ ദിനം എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. തേർഡ് ക്വസ്റ്റ്യൻ, സൗരയൂഥം കണ്ടുപിടിച്ചത് ആര്? സൗരയൂഥം കണ്ടുപിടിച്ചത് ആര്? സോളാർ സിസ്റ്റം കണ്ടുപിടിച്ചത് ആര്? ആരാണ്? കോപ്പർനിക്കസ് ആണ് സൗരയൂഥം കണ്ടുപിടിച്ച വ്യക്തി. ഫോർത്ത് ക്വസ്റ്റ്യൻ, IMS എന്നതിൻ്റെ പൂർണ്ണരൂപം. IMS എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ സർവീസ് എന്നുള്ളതാണ് IMS എന്നതിൻ്റെ ഫുൾ ഫോം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആരാണ്? C. ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരി. ഡിസംബർ 4 നാവികസേനാ ദിനം. സൗരയൂഥം കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ്. IMS എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ മെഡിക്കൽ സർവീസ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് C. ഗോവിന്ദ പിഷാരടി ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സിക്സ്ത് വൺ, രക്തസാക്ഷി ദിനം എന്നാണ്? രക്തസാക്ഷി ദിനം എന്നാണ് എന്നുള്ളതാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്നാണ്? ജനുവരി 30 രക്തസാക്ഷി ദിനം. രക്തസാക്ഷി ദിനം ജനുവരി 30. സെവൻത്ത് വൺ, അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? ആരാണ്? കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ച വ്യക്തി. എയ്ത്ത് ക്വസ്റ്റ്യൻ, JCO എന്നതിൻ്റെ പൂർണ്ണരൂപം. JCO എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ എന്നുള്ളതാണ് JCOയുടെ ഫുൾ ഫോം. നയൻത്ത് ക്വസ്റ്റ്യൻ, സദ്ഭാവനാ ദിനം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം. സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് 20. 10th ക്വസ്റ്റ്യൻ, ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത് ആര്? ഇവിടെ അമേരിക്ക കണ്ടുപിടിച്ചത് ആര് എന്ന് കണ്ടു. ആരാണ്? കൊളംബസ്. ഈ ക്വസ്റ്റ്യൻ, ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത് ആര്? ആരാണ്? ക്യാപ്റ്റൻ കുക്ക് ആണ് ഓസ്ട്രേലിയ കണ്ടുപിടിച്ച വ്യക്തി. ഓക്കെ, രക്തസാക്ഷി ദിനം ജനുവരി 30, അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ്. JCO എന്നതിൻ്റെ പൂർണ്ണരൂപം ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ. സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് 20, ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത് ക്യാപ്റ്റൻ കുക്കാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. 10 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th വൺ, പോസ്റ്റൽ ദിനം എന്ന്? പോസ്റ്റൽ ദിനം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? ഒക്ടോബർ 10 പോസ്റ്റൽ ദിനം. പോസ്റ്റൽ ദിനം ഒക്ടോബർ 10. 12th ക്വസ്റ്റ്യൻ, വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ആര്? വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ആര്? ആരാണ്? ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ച വ്യക്തി. ഓക്കെ, വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ആര്? ഡേവിഡ് ലിവിങ്സ്റ്റൺ. 13th ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം. മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം ഏതാണ്? രാജ്ഘട്ട് ആണ് മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം. 14th ക്വസ്റ്റ്യൻ, ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ചത് ആര്? ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ചത് ആര്? ആരാണ്? അമുണ്ട്സെൻ ആണ് ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ച വ്യക്തി. 15th ക്വസ്റ്റ്യൻ, IFA എന്നതിൻ്റെ പൂർണ്ണരൂപം. IAF എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ളതാണ് IAF എന്നതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ,
പോസ്റ്റൽ ദിനം ഒക്ടോബർ 10. വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ഡേവിഡ് ലിവിങ്സ്റ്റൺ. മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട്. ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ചത് ആമുണ്ട്സൺ. IAF എന്നതിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ, BE എന്നതിൻ്റെ പൂർണ്ണരൂപം. BE എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് BE എന്നതിൻ്റെ ഫുൾ ഫോം. BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്. 17th ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റു സമാധിസ്ഥലം. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ്? ശാന്തിവനം ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം ഏതാണ്? രാജ്ഘട്ടാണ് മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം. ഇവിടെ ഏതാണ് നമ്മൾ നോക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ്? ശാന്തിവനം ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, എക്സൈസ് ദിനം. എക്സൈസ് ദിനം എന്നാണ് ഫെബ്രുവരി 24 എക്സൈസ് ദിനം. ഓക്കെ, ഈ 19th ക്വസ്റ്റ്യൻ, 1913 നോബൽ സമ്മാനം സാഹിത്യം നേടിയ ഇന്ത്യക്കാരൻ. അതായത് 1913 സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് 1913 സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th വൺ, FAO എന്നതിൻ്റെ പൂർണ്ണരൂപം. FAO എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഫുഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് FAO എന്നതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, FAO ഫുഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം. എക്സൈസ് ദിനം ഫെബ്രുവരി 24. 1913 സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, ഈ 20 ക്വസ്റ്റ്യൻസ് വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? നമ്മുടെ 21st ക്വസ്റ്റ്യൻ ആണ്. കർമ്മശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. കർമ്മശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് കർമ്മശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഓക്കെ, 22nd ക്വസ്റ്റ്യൻ, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യം. ഓക്കെ, 23rd വൺ, രാജ്യാന്തര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം. രാജ്യാന്തര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം ആരാണ്? സോനം യക്ഷിയാണ് രാജ്യാന്തര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം. ഓക്കെ, 24th ക്വസ്റ്റ്യൻ, ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്ന പുസ്തകം രചിച്ചത്. ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഉർജിത് പട്ടേലാണ് ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ച വ്യക്തി. ഓക്കെ, കർമ്മശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യം ഇന്ത്യയാണ്. രാജ്യാന്തര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം സോനം യക്ഷിയാണ്. ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉർജിത് പട്ടേലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിനു സമീപം അനാച്ഛാദനം ചെയ്തത്? ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിനു സമീപം അനാച്ഛാദനം ചെയ്തത്? ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണ് എവിടെ? ഇന്ത്യ ഗേറ്റിനു സമീപം അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമ. ഓക്കെ, ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിനു സമീപം അനാച്ഛാദനം ചെയ്തത് എന്നാണ് ചോദ്യം. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിനു സമീപം അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, 26th ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ആയിട്ട് പറയുന്നത്? തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക എന്ന ബാക്ടീരിയയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ. തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക എന്ന ബാക്ടീരിയയാണ് ലോകത്തിലെ
ഏറ്റവും വലിയ ബാക്ടീരിയ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. 27th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന സ്ഥലം ഏതാണ്? കായംകുളം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന സ്ഥലം. ഓക്കെ. 28th ക്വസ്റ്റ്യൻ. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. അതായത് സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ടി മാതൃഭാഷ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കേരളമാണ് സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ. ഒന്നും കൂടെ നോക്കാം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിന് സമീപം അനാച്ഛാദനം ചെയ്ത പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ്? തിയോ മാർഗരിറ്റ മാഗ്നിഫിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ആയിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന സ്ഥലം ഏതാണ്? കായംകുളം ആണ്. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ടി മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം ആണ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29th ക്വസ്റ്റ്യൻ. ദേശാടന കിളികളെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒഡീഷയിലെ പക്ഷിഗ്രാമം. ദേശാടന കിളികളെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒഡീഷയിലെ പക്ഷിഗ്രാമം ഏതാണ് എന്നുള്ളതാണ് 29th ക്വസ്റ്റ്യൻ. ഏതാണ്? ഗോവിന്ദ്പൂർ ഗ്രാമം ആണ് ദേശാടന കിളികളെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒഡീഷയിലെ പക്ഷിഗ്രാമം. ഓക്കെ. 30th ക്വസ്റ്റ്യൻ. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചേളന്നൂർ ഗ്രാമപഞ്ചായത്താണ് സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായിട്ട് അറിയപ്പെട്ടത്. ഓക്കെ. ദേശാടന കിളികളെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒഡീഷയിലെ പക്ഷിഗ്രാമം ഗോവിന്ദ്പൂർ ഗ്രാമമാണ്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചേളന്നൂർ ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ 10 30 GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നമുക്ക് വീണ്ടും ഇനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.